ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ചലനാസ് ഇംഗ്ലീഷ്. ഇന്ന് ഹൗ മെനി, ഹൗ മച്ച് ഇവ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. നൗണുകൾ അഥവാ നാമങ്ങളെ കൗണ്ടബിൾ, അൺകൗണ്ടബിൾ എന്നീ രണ്ട് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. കൗണ്ടബിൾ നൗണുകൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് 1, 2, 3 ഇങ്ങനെ എണ്ണാൻ കഴിയുന്ന നൗണുകളെയാണ് കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. അൺകൗണ്ടബിൾ നൗണുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എണ്ണാൻ കഴിയാത്ത, അതേസമയം യൂണിറ്റുകളെ എണ്ണാൻ കഴിയുന്ന നൗണുകളെയാണ് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. എല്ലാ ലിക്വിഡുകളും അൺകൗണ്ടബിൾ നൗണുകളിലാണ് ഉൾപ്പെടുക. അതേസമയം അതിൻ്റെ യൂണിറ്റായ ലിറ്റർ, മില്ലി ലിറ്റർ അവയെ നമുക്ക് എണ്ണാൻ കഴിയുകയും ചെയ്യും. ഉദാഹരണത്തിന്, ഹൗ മച്ച് വാട്ടർ ഡസ് ദിസ് ടാങ്ക് കണ്ടെയ്ൻ? ഈ ടാങ്കിൽ എത്ര വെള്ളമാണ് കൊള്ളുക? അപ്പോൾ മറുപടി 1000 ലിറ്റർ, 500 ലിറ്റേഴ്സ് എന്നിങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ലിറ്റർ എന്ന യൂണിറ്റിനെയാണ് നമ്മൾ എണ്ണുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പണം. പണത്തിനെയും അഥവാ മണിയെയും അൺകൗണ്ടബിൾ നൗണിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മണിയുടെ യൂണിറ്റായ നോട്ട്സ് അല്ലെങ്കിൽ കോയിൻസ് ഇവയെ നമുക്ക് എണ്ണാൻ കഴിയും. ഉദാഹരണത്തിന്, നിനക്ക് എത്ര പണമാണ് വേണ്ടത്? ഹൗ മച്ച് മണി ഡു യു റിക്വയർ? ഐ നീഡ് 2000 rupees. എനിക്ക് 2000 രൂപ ആവശ്യമുണ്ട്. ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക് ടു ഗെറ്റ് ദ റൈസ് കുക്ക്ഡ്? അരി വേവാൻ എത്ര സമയം എടുക്കും? അവൻ എത്ര പാലാണ് എല്ലാ ദിവസവും വാങ്ങിക്കാറ്? ഹൗ മച്ച് മിൽക്ക് ഡസ് ഹി ബൈ ഡെയിലി? ഇനി ഹൗ മെനി പറയാം. ഹൗ മെനി പേപ്പേഴ്സ് ഡു യു ഹാവ് ഇൻ ദിസ് സെമസ്റ്റർ? ഈ സെമസ്റ്ററിൽ നിങ്ങൾക്ക് എത്ര പേപ്പറുകളാണ് ഉള്ളത്? അവൻ എത്ര പുസ്തകമാണ് വാങ്ങിച്ചത്? ഹൗ മെനി ബുക്സ് ഡിഡ് ഹി ബൈ? ജോണിന് എത്ര മക്കളാണുള്ളത്? ഹൗ മെനി കിഡ്സ് ഡസ് ജോൺ ഹാവ്? അബ്സ്ട്രാക്റ്റ് നൗണുകളെയും അൺകൗണ്ടബിൾ നൗണുകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമുക്ക് കാണാൻ കഴിയാത്ത, സ്പർശിക്കാൻ കഴിയാത്ത നൗണുകളാണ് അബ്സ്ട്രാക്റ്റ് നൗണുകൾ. ഉദാഹരണത്തിന്, ലവ്, ഓണസ്റ്റി, ബ്രേവറി, ചൈൽഡ്ഹുഡ്, അഡൾട്ട്ഹുഡ് തുടങ്ങി ഒരുപാട് അബ്സ്ട്രാക്റ്റ് നൗണുകൾ ഉണ്ട്. നിനക്കറിയില്ല ഞാൻ അവനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്. യു ഡോണ്ട് നോ ഹൗ മച്ച് ഐ ലവ് ഹിം. ഇനി ഏതാനും വേറെ ഉദാഹരണങ്ങൾ നോക്കാം. ഇന്നലെ അവൻ എത്ര മണിക്കൂർ ജോലി ചെയ്തു? ഹൗ മെനി അവേഴ്സ് ഡിഡ് ഹി വർക്ക് യെസ്റ്റർഡേ? എത്ര സമയമാണ് അവൻ സാധാരണയായി ജോലി ചെയ്യാറ്? ഹൗ മച്ച് ടൈം ഡസ് ഹി വർക്ക് യൂഷ്വലി? ഏതൊരു ഭാഷയും നിരന്തരമായ ഉപയോഗത്തിലൂടെ മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയുകയുള്ളൂ. ഒരു വിദേശ ഭാഷ ഉപയോഗിക്കുമ്പോൾ തെറ്റുപറ്റുന്നത് വളരെ സ്വാഭാവികം മാത്രമാണ്. അതിനെ കാര്യമാക്കാതെ നിങ്ങളുടെ പരിശ്രമം തുടരുക. കൺസിസ്റ്റൻസിയും പേഴ്സിവിയറൻസുമാണ് നമ്മളെ ഏതൊരു കാര്യത്തിലും വിജയത്തിലെത്തിക്കുന്നത്. അപ്പോൾ ഹൗ മച്ച്, ഹൗ മെനി തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.